Hello, welcome back to my YouTube channel Ahead Jino. I am Jino Philip. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കൂർക്ക എങ്ങനെ വീട്ടിൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം വാങ്ങിക്കേണ്ടത് നമ്മൾ കടയിൽ നിന്നും നമ്മുടെ വീട്ടിൽ കറി വെക്കാൻ കുറച്ച് കൂർക്ക വാങ്ങിക്കുമ്പോൾ കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെക്കുക. ഒരു 4-5 എണ്ണം എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ അത് മതിയായിരിക്കും നമ്മുടെ കൃഷി രീതിക്ക്. നമ്മൾ മാറ്റി വെച്ച ഈ കൂർക്ക നമ്മൾ ഏകദേശം ഒരാഴ്ചയെങ്കിലും തണലത്ത് ഒന്ന് ഉണക്കാനിടുക. തണലത്ത് ഉണക്കാനിടുമ്പോഴേക്കും ഇതിൽ നിന്നും ഏകദേശം ഇതുപോലെ തന്നെ ഈ മുകുളങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ നടേണ്ടത്. ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നും വരുന്ന ഇലകളാണ് അല്ലെങ്കിൽ അതിന്റെ അടിയിലാണ് കൂർക്കകൾ ഇങ്ങനെ പൊട്ടറ്റോ ഒക്കെ പോലെ ഉണ്ടാകുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ നിന്നും വരുന്ന തണ്ടുകൾ ഏകദേശം 1-1.5 മാസം കഴിയുമ്പോഴേക്കും തണ്ടുകൾ ഇങ്ങനെ നല്ല വികസിച്ച് വരും. ഈ തണ്ടുകൾ മുറിച്ചിട്ടാണ് നമ്മൾ നടുന്നത്. ആ തണ്ടുകളിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള കൂർക്ക ലഭിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടില് മഴക്കാല സമയത്തൊക്കെയാണ് കൂർക്ക നടുന്നത്. ജൂൺ ജൂലൈ സമയങ്ങളിലൊക്കെയാണ് കൂർക്ക സാധാരണ നടുന്നത്. ഈ കൂർക്ക നടാൻ വേണ്ടി ഞാനാണെങ്കിൽ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോട്ടി മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ കൂർക്ക നടാൻ പോവുകയാണ്. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് ഇതിനകത്ത് ഏകദേശം ചെറിയ ചെറിയ കുഴികൾ കുഴിക്കുക. നമ്മുടെ കൂർക്ക ഇതിൽ മൂടി നിൽക്കണം, അത്രയേ ഉള്ളൂ. വലിയ കുഴികളൊന്നും കുഴിക്കണ്ട. ഇതിനകത്തൊരു 3 അല്ലെങ്കിൽ 4 എണ്ണം എടുക്കുന്നത് നല്ലതായിരിക്കും, നടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ അധികം ചെറിയ ചെട്ടികൾ എടുക്കുന്നതിനേക്കാളും പരന്ന ചെട്ടികൾ എടുക്കുകയാണെങ്കിലും നമ്മുടെ കൂർക്ക ഇങ്ങനെ വികസിച്ച് വരാനുള്ളതാണ്, പടർന്നു വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുകളം മുകളിലാകുന്ന രീതിയിൽ നമ്മൾ ഇതങ്ങ് നടുക, അത്രയുമേ ഉള്ളൂ. നമ്മൾ മൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മുകളം എപ്പോഴും ഒന്ന് മുകളിൽ വരണം. അധികം ആഴത്തിലോട്ട് പോകണ്ട, എങ്കിൽ പോലും മുകളം നമ്മൾ മുകളിൽ വരുന്ന രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു മാസം, 1-1.5 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പടർന്നു വരും. ഒരാഴ്ച പ്രായമായ കൂർക്ക ചെടികളാണ് ഇത്. 1 മാസം പ്രായമായ കൂർക്കയാണ് ഇത്. നമ്മുടെ 1.5 മാസത്തോളം പ്രായമായ കൂർക്ക ചെടികളാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്ര 1.5 മാസം കൊണ്ട് ഇത്ര നന്നായിട്ട് ഇത് വളർന്നിരിക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ കൂർക്കയുടെ തണ്ടുകളാണ് നമ്മൾ ഇനി നടാൻ പോകുന്നത്, അല്ലാതെ കൂർക്കയല്ല. സാധാരണ ഗതിയിൽ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കൂർക്ക നമ്മൾ ഇതുപോലെ തണ്ടുകളാക്കി എടുക്കാനാണ് ഉപയോഗിക്കുന്നത്. കൂർക്ക നടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഈ പോട്ടി മിക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ വേപ്പും പിണ്ണാക്ക് കുറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, 1 പിടിയെങ്കിലും. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ശീമക്കൊന്നയുടെ ഇലയും അതുപോലെ വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഇത് നീമാഗ്ര പോലുള്ള അസുഖങ്ങൾ ഇത് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വേണ്ടത്ര ഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ വേപ്പും പിണ്ണാക്ക് അല്ലെങ്കിൽ നമ്മുടെ ശീമക്കൊന്നയുടെ ഇല ഒക്കെ ഇടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിമാഗ്ര പോലുള്ള അസുഖങ്ങൾ പിടിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെയുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ തണ്ടുകൾ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൂത്ത തണ്ടുകൾ നോക്കി വേണം നമ്മൾ മുറിക്കാൻ. അത് നമ്മൾ ഇങ്ങനെ മുകളിൽ തൊട്ട് മുറിക്കാതെ നമ്മൾ ഈ തൊട്ട ഒരു തണ്ടിൻ്റെ ഈ ഭാഗത്ത് നിന്ന് വേണം ഒരു മുറി മുറിക്കാൻ. എങ്കിൽ മാത്രമേ ആ താഴോട്ട് നന്നായിട്ട് കിളുത്ത് വരത്തുള്ളൂ. ഇങ്ങനത്തെയുള്ള ഭാഗങ്ങൾ നോക്കി വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. നമുക്ക് പടർത്തി നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് നടാൻ പറ്റും. കൂർക്ക കൃഷിക്ക് ഏകദേശം 4 മാസം മുതൽ ഒരു 5 മാസം വരെ ടൈമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് സാധാരണ നമ്മൾ തണ്ട് ഇതിലോട്ട് നടാം. അധികം ആഴത്തിലൊന്നും നടണമെന്നില്ല. സാധാരണ പോലെ നട്ടിട്ട് മണ്ണിട്ട് വെക്കാം. ഇതിങ്ങനെ പടർത്തി ഇടുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് ഒരു ചെടിച്ചട്ടിയിൽ തന്നെ ഒരു 3 എണ്ണം എങ്കിലും നമുക്ക് നടാൻ സാധിക്കും. ഇത് ഇത്ര ഇങ്ങനെ പടർത്തി ഇടണം. ഇതൊരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 4 അല്ലെങ്കിൽ 5 മാസം കൊണ്ട് നമുക്കൊരു വിളവ് ലഭിക്കുന്നതാണ്.
നമ്മുടെ മണ്ണിന് പുളി രസമുള്ള മണ്ണ് ആണെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെ 2 ടീസ്പൂൺ കുമ്മായം കൂടി ചേർത്ത് കൊടുത്ത് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് അല്പം വെള്ളവും കൂടി ഒഴിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനാവശ്യമുള്ള വെള്ളം അത് മണ്ണിൽ നിന്ന് വലിച്ചെടുത്തോളും. അപ്പോൾ ഈ കൂർക്കയുടെ കൃഷിക്കും ഇങ്ങനെ തന്നെയാണ്. ഇത് അധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ആവശ്യത്തിന് മണ്ണിൽ തൊട്ട് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശം മണ്ണിൽ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ മെത്തേഡിൽ ഇതെല്ലാം നടാനുള്ളവയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കൃഷി രീതിയാണ് കൂർക്ക കൃഷി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കൂർക്ക കൃഷിയുടെ സിമ്പിളായിട്ടുള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നാട്ടിൻപുറങ്ങളിലൊന്നും ഇങ്ങനത്തെ കൃഷി രീതികളൊന്നും ആരും അധികം ചെയ്യാറില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ചാനൽ ഇതിനായിട്ട് ആരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ Ahead Jino സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.